സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കാർ മുതൽ ഉപ്പള ഗേറ്റ് വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു ഡ്രോൺ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നതാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോ കുക്കാർ പാലം വരെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് കമൻറ്റിൽ. അപ്പം കുക്കാർ പുഴ ഉണ്ടല്ലോ, കുക്കാർ പുഴ ചെറിയ പുഴയിലേക്കല്ല പോയി എത്തുന്നത്. അപ്പം മുട്ടം ഭാഗത്ത് തന്നെ അഴിമുഖത്തേക്കാണ്, അത് അവിടെ തന്നെ വേറെ തന്നെ ഒരു അഴിമുഖം വരുന്നതാണ്. അതായത് ഈ കുക്കാർ പുഴ ശരിക്കും മുട്ടം ഭാഗത്ത് അഴിമുഖത്തേക്കാണ് എത്തുന്നത്. വേറെ ഒരു പുഴയിലായിട്ട് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അപ്പോൾ കുക്കാർ പാലത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാണാത്തവർക്കായി ഒന്നുകൂടി പറയാം. കുക്കാർ പാലത്തിൻ്റെ ഒരു വശത്ത് ഈ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇനിയിപ്പം അടുത്ത് തന്നെ ഇപ്പോൾ ഇവിടെ ഗർഡറൊക്കെ കാസ്റ്റിംഗ് വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. 10 ഗർഡറാണ് ഉള്ളത്. ഇപ്പോൾ കാസ്റ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞതാണ്. ഒരു വശത്ത് ഇപ്പോൾ പൈൽ ടോപ്പ് നിർമ്മാണത്തിൻ്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൈൽ ടോപ്പിന് വേണ്ടിയുള്ള പൈലിംഗ് നേരത്തെ ചെയ്ത ഭാഗത്തെ പൈലിംഗ് പൊട്ടിച്ച് കോൺക്രീറ്റ് വേർപ്പെടുത്തുന്ന വർക്കാണ് ഇപ്പോൾ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്കുകൾ കഴിഞ്ഞതാണ്. ഇപ്പോൾ പാലത്തിൻ്റെ വർക്ക് തീരാനും വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പാലം കഴിഞ്ഞാലും ഈ പാലത്തിൻ്റെ പ്രവൃത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ബന്ദിയോട് ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അതൊക്കെ അതിലെ വാഹനങ്ങൾ കടത്തി വിട്ടാൽ പിന്നെ നല്ല ഏകദേശം നമ്മൾ ഷിറിയ വരെ ഏകദേശം വർക്ക് പൂർത്തിയാകും. ഏകദേശം എനിക്ക് തോന്നുന്ന 2-3 മാസം ഇനിയും പിടിക്കും തോന്നുന്നു. അപ്പം ഇതെന്ന് വെച്ചാൽ മഴ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ, മഴ കുറഞ്ഞ് അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയാൽ നല്ല വേഗത്തിൽ ഈ ഭാഗത്തെ വർക്കുകൾ മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ ഭാഗത്തെ വർക്കുകളൊക്കെ നേരത്തെ കഴിഞ്ഞ് 6 ലൈൻ വർക്ക്, പിന്നെ സർവീസ് റോഡ് വർക്ക് നേരത്തെ കഴിഞ്ഞാണ്. കുറച്ച് ഭാഗം മാത്രം ഈ ഒരു ഹോള് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഭാഗം മാത്രം ഡ്രൈനേജിൻ്റെ വർക്ക് പെൻഡിങ്ങിലാണ്. കാരണം അവിടെ സ്ഥലത്തിൻ്റെ ഏറ്റെടുക്കൽ പ്രശ്നത്തിൽ അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അപ്പം ബാക്കിയുള്ള ഭാഗത്തെ ഇപ്പം ഏകദേശം നമ്മൾ നയാ ബസാർ എത്താറായിട്ടുണ്ട്. നയാ ബസാറിൻ്റെ അണ്ടർപാസിൻ്റെ വർക്കുകൾ നേരത്തെ കഴിഞ്ഞതാണ്. നയാ ബസാർ അണ്ടർപാസ് ഒരു മുതൽക്കൂട്ടാണ് ഇവർക്ക്. കാരണം എന്താ പറഞ്ഞാൽ നേരത്തെ കൈക്കമ്പ അണ്ടർപാസ് അപ്രൂവൽ ആകുന്നതിന് മുമ്പേ ഈ നയാ ബസാർ അണ്ടർപാസ് അപ്രൂവൽ ആയതാണ്. കാരണം ഇത് ഇവിടുത്തെ അലൈൻമെൻറ്റിന് അനുസരിച്ചിട്ടാണ് ഈ നയാ ബസാർ അണ്ടർപാസ് പാസ്സായത്. പിന്നീട് ഇവിടുത്തെ നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് വീണ്ടും കൈക്കമ്പ അണ്ടർപാസ് അപ്രൂവൽ ആവുകയായിരുന്നു. അപ്പം അപ്പോഴേക്ക് ഈ നയാ ബസാർ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിരുന്നു. അപ്പം ഈ കൈക്കമ്പ അണ്ടർപാസ് കുറച്ച് ഹൈറ്റുള്ള അണ്ടർപാസ്സാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അലൈൻമെൻറ്റ് വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ റീറ്റൈൻ വാളൊക്കെ നല്ല അധികം ഉയർത്തിയിട്ടാണ് ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. കാണാം അത്രയും 32 mm കമ്പിയാണ് ഇവയെ ഇപ്പോൾ ഈ ഫൗണ്ടേഷനും മറ്റും പ്രവൃത്തികൾക്കും വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അന്തരീക്ഷം ഫുള്ള് ഫോഗിടെയാണ്, അല്ലെങ്കിൽ ഫുള്ള് ഒരു പുക പോലെ, ഒരു മഞ്ഞ് പോലെയാണ് കാണുന്നത്. വീഡിയോ അത്ര ക്ലിയർ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ നമ്മൾ കൈക്കമ്പ എത്തിയിട്ടുണ്ട്. കൈക്കമ്പ അണ്ടർപാസിൻ്റെ വിഷയങ്ങൾ നമുക്ക് കാണുന്നതിന് മുമ്പ് ഇവിടെ താഴെ കുറച്ച് പ്രവൃത്തികൾ നടന്ന് വരുന്നുണ്ട്. അപ്പം ഈ റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് കാണാം ഇവിടെ ഉപയോഗിക്കുന്ന കമ്പി ഉണ്ട്. നല്ല 32 mm കമ്പിയാണ് ഇവർ ഈ വാളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത്രയും നല്ല ഉറപ്പോടെയാണ് റീറ്റൈൻ വാള് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗ്രൗണ്ട് വിശേഷം നമ്മൾ ഒന്ന് കാണാം. ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ കൈക്കമ്പ അണ്ടർപാസിൻ്റെ എത്തുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ല ഹൈറ്റിൽ ഇപ്പോൾ ഇവിടെ വാള് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ അപ്പം രണ്ടാമത് പറയുക അലൈൻമെൻറ്റിൻ്റെ ഇതാണ്. കാരണം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അണ്ടർപാസിൻ്റെ വർക്ക് തന്നെ. അപ്പം ഇവിടെ ഉപയോഗിക്കുന്ന കമ്പീൻ്റെ മണ്ണ് നോക്കുക,
അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇവരുടെ പ്രവർത്തികൾ നടക്കുന്നത്. നമുക്കിപ്പോൾ ഒരു കംപ്ലൈൻറ്റ് പറയാൻ ഒരു ഇതാക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കമ്പി നോക്കും, നല്ല അത്രയും തടിയുള്ള 32 mm കമ്പിയാണ്. അപ്പോൾ നല്ല ഫൗണ്ടേഷനിലൊക്കെ നല്ല കറക്റ്റായിട്ട് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഈ വാള് ഉയർത്തുന്നതിനാൽ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഫൗണ്ടേഷൻ നടക്കുന്നുള്ളത്. ചില സമയങ്ങളിൽ കൈക്കമ്പ അണ്ടർപാസിൻ്റെ ഭാഗത്തും നല്ല ട്രാഫിക് കൺജസ്റ്റഡാണ് അനുഭവപ്പെടുന്നത്. കാരണം ഇങ്ങോട്ടേക്ക് പോകുന്ന വാഹനം, പിന്നെ കാസർഗോഡ് ഭാഗത്ത് പോകുന്ന വാഹനങ്ങൾ, പിന്നെ അങ്ങനെയുള്ളതായിട്ട് കുറേ ഭയങ്കര കൺജസ്റ്റഡാണ് ഈ ഏരിയ. ഇപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു വർഷത്തെ ഏകദേശം കമ്പി കട്ടി വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അടുത്ത് തന്നെ കോൺക്രീറ്റ് വർക്കുകളാണ് ആരംഭിക്കേണ്ടത്. അപ്പം കമ്പി അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. കമ്പി ഇപ്പോൾ ഈ കെട്ടുന്ന അണ്ടർപാസിന് മുകളിലെ കമ്പി കെട്ടുന്ന വർക്ക് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച, നല്ല സുന്ദരമായ കാഴ്ച കണ്ട് ആസ്വദിക്കാം. അതോടൊപ്പം തന്നെ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മുഴുവൻ സ്ക്രീൻ തന്നെ, ഫുൾ സ്ക്രീനായിട്ട് തന്നെ ആഡ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ആ ആഡ് കൊണ്ടാണ് എന്തെങ്കിലും ചില്ലറ കിട്ടുന്നത്. അതുകൊണ്ട് ആ 6 സെക്കൻഡുള്ള ആഡ് കാണാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇനിയാണ് ശരിക്കുമുള്ള ഒരു ഇത് കാണാൻ പോകുന്നത് നിങ്ങൾ. അതായത് ഉപ്പള ഭാഗത്തേക്കുള്ള ട്രാഫിക് കൺജസ്റ്റഡ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണാം. ഇവിടുന്ന് തന്നെ ഊഹിക്കാം എത്ര ആണ് ബുദ്ധിമുട്ട് ഈ ട്രാഫിക് നിങ്ങൾക്ക് കാണാം. എവിടെ കൈക്കമ്പ പകുതി വരെ വണ്ടികൾ ലൈനായിട്ട് നിന്നിട്ട് കണ്ട. അതായത് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ അത്രയും ട്രാഫിക് കൺജസ്റ്റഡാണ് ഈ ഭാഗത്ത്. അതേപോലെ തന്നെ മറുവശത്തും ഉണ്ട് അങ്ങനെ തന്നെ. അപ്പോൾ ഉപ്പള ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ടേക്ക്, അതായത് ഉപ്പള പള്ളി ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഒരു വലിയ പുതിയ പള്ളി കിട്ടുന്ന അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആണ് അങ്ങനെയുള്ള വാഹനത്തിൻ്റെ കൺജസ്റ്റഡ് ആണത്. ഇപ്പോൾ ഇവിടെ കണ്ട എത്ര ലൈന്, നിങ്ങൾക്ക് തന്നെ ഊഹിച്ച് പറയാം. അത്രയും യാത്രാ ക്ലേശങ്ങളാണ് ഇവിടെ യാത്രക്കാർ അനുഭവിക്കുന്നത്. അത്രയും ഇതാണ്. അപ്പം പിന്നീട് നമുക്ക് പാറി പോകാം. പക്ഷേ ഇപ്പോൾ അനുഭവിക്കലുണ്ടല്ലോ, അതൊരു സംഭവം തന്നെ. ബൈക്കിന് പ്രശ്നമില്ല, പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നൂണ്ട് പോകാൻ പറ്റുന്നു. പക്ഷെ ബാക്കിയുള്ള വണ്ടികൾക്കാണ് കുറേ സമയം ഇവിടെ ട്രാഫിക് അനുഭവിക്കേണ്ടി വരുന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാൻ പറ്റും. അത്രയും പ്രയാസകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ നാട്ടിൽ. അതാണെങ്കിൽ മംഗലാപുരം പോകണമെങ്കിൽ അത്രയും കുറച്ച് കഷ്ടപ്പാടുണ്ട്. പക്ഷേ ആ കഷ്ടപ്പാടിനെല്ലാം ഒരു വിരാമം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അനുസരിച്ചിട്ട് നമുക്ക് 100 ഗവൺമെൻറ് അനുവദിക്കുന്ന സ്പീഡിൽ നമുക്ക് പോകാം. 100 80 അത്രയാണ് ആ റൂട്ടിൽ അനുവദിക്കുന്നത്. ആ സ്പീഡിൽ തന്നെ നമുക്ക് വണ്ടികൾ ട്രാഫിക് അനുസരിച്ച് തന്നെ ഓടിക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ പിന്നീട് നമുക്ക് അതിൻ്റെ ആ കഷ്ടപ്പാട് ആസ്വദിച്ച് ഓടിക്കാൻ പറ്റും വണ്ടികൾ. നമുക്ക് കണ്ടോ, ഉപ്പള നഗരത്തിന്, അതായത് നഗരമല്ല, ടൗണിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്.
സുഹൃത്തുക്കൾ, ഉപ്പള ടൗണിൽ നിന്നുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു വശത്തെ ഫ്ലൈ ഓവറിൻ്റെ ഗർഡറുകളൊക്കെ ലോഞ്ചിങ് പ്രവർത്തികൾ കഴിഞ്ഞ് അതിൻ്റെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 6 ഫൗണ്ടേഷൻ പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 ഇത് ഫൗണ്ടേഷൻ കഴിഞ്ഞ് പിന്നെ തൂണുകൾ ഏകദേശം തൂണുകൾക്ക് കമ്പി ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കും. പിന്നെ ബാക്കിയുള്ളതിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾക്ക് കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 2 തൂണുകൾ കോൺക്രീറ്റ് കഴിഞ്ഞ് അതിൽ ഫസ്റ്റ് കാണുന്നതിന് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാം, നല്ല മനോഹരമായ ഉപ്പള ടൗണിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഉപ്പള ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ പെൻഡിങ്ങിലാണ്. മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് ഇനി നടക്കേണ്ടത്. അപ്പം കുറച്ച് വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ മഴ കാരണം എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ബാക്കിയുള്ള ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ടാറിങ് പ്രവൃത്തി 6 ലൈൻ ടാറിങ് പ്രവൃത്തികളൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പം അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇനി ബാക്കിയുള്ള പ്രവൃത്തികളാണ് നടക്കേണ്ടത്. ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ അങ്ങനെയുള്ള പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട്.
ഉപ്പള പള്ളീൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. സൈഡെല്ലാം പെയിൻറ്റിങ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഫുൾ ഫ്രിക്ഷൻ സ്ലാബ് കോൺക്രീറ്റ് കാസ്റ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിന് ശേഷം അങ്ങോട്ടേക്ക് ഫുള്ള് 6 വരി പാതയുടെ നിർമ്മാണം കഴിഞ്ഞതാണ്. അപ്പം ഫിനിഷിംഗ് ലെയർ ടാറിങ് പ്രവൃത്തികളും ഈ ഭാഗത്തുനിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സർവീസ് റോഡ് ഫിനിഷിംഗ് ലെയർ കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗം ഇടതുവശത്ത് ഇനി നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ ഒരു കുറച്ച് ഭാഗം ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അതിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉപ്പള ഗേറ്റ് വരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരൊന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.